ഗോഡ്. ഈ രാത്രി സമയം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതാകുന്ന വിഷയം, ദൈവജനം എത്രത്തോളം സൂക്ഷ്മതയോടെ ഈ ഭൂമിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ള വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവും അവിടുത്തെ അപ്പോസ്തലന്മാരും എല്ലാവരും തന്നെ they all exhort, they all emphasize the need for carefulness. സൂക്ഷ്മതയോടെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് ദൈവവചനത്തിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ, ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ആകയാൽ സൂക്ഷ്മതയോടെ ജ്ഞാനികളായിട്ട്, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടപ്പീൻ. സൂക്ഷ്മതയോടെ, ബി കെയർഫുൾ ഹൗ യു വോക്ക്. നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. വോക്ക് എന്ന പദം തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിക്കുന്ന പദമാണ്. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പാൻ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനിയും നടക്കരുത്, സ്നേഹത്തിൽ നടപ്പീൻ എന്നൊക്കെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നടക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ കുറിക്കുന്ന, നമ്മുടെ പെരുമാറ്റത്തിന് സിനോണിമായിട്ട്, അല്ലെങ്കിൽ അതിനൊരു പര്യായ പദമായിട്ട് വേദപുസ്തകം ഉപയോഗിക്കുന്ന വാക്കാണ് നടപ്പെന്നുള്ളത്. നാം വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. സൂക്ഷ്മതയില്ലാതെ വന്നാൽ, നമ്മുടെ കെയർഫുൾനെസ്, നമ്മുടെ സൂക്ഷ്മത നഷ്ടപ്പെട്ടാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രിസംപ്റ്റീവായാൽ, എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നടന്നുകൊള്ളും, ചില കാര്യങ്ങളെ അതങ്ങനെ ആയിക്കൊള്ളുമെന്ന് ചിന്തിച്ച് അങ്ങനെ ജീവിച്ചാൽ നമ്മൾ വളരെ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ വേദപുസ്തകം ധ്യാനിച്ചപ്പോൾ, വിശേഷിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവപാദപീഠത്തിൽ പ്രഭാതത്തിലും ഒക്കെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ വായിക്കുമ്പോൾ, വിശേഷിച്ച് ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വളരെ ഏറ്റവും അധികം വളരെ വ്യക്തതയോടെ പ്രതിപാദിക്കുന്ന ഒരു ക്യാരക്ടറാണ് സാംസൺ എന്ന് പറയുന്നയാൾ. ആ ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പതനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നതാകുന്നൊരു വാക്യമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 16-ാം വാക്യത്തിലാണ്. അതായത്, യഹോവ തന്നെ വിട്ടുപോയിരിക്കുന്നു എന്നറിയാതെ നേരത്തേതുപോലെ തന്നെ ഞാൻ അതിനെ കുടഞ്ഞു കളയുമെന്ന് താൻ നിരൂപിച്ചു, അല്ലെങ്കിൽ ചിന്തിച്ചു. ആ വേദഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ യെസ് നോക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലാണ്. ഫെലിസ്ത്യർ ഇര വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്ന് അറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. നോക്കുക. അപ്പോൾ ജീവിതത്തെ, തൻ്റെ മേലുള്ളതാകുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമാകുന്ന നിയോഗത്തെ താൻ അത് സീരിയസ് ആയിട്ടെടുക്കാതെ അതിനെ പ്രസ്യൂം ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. പ്രിയമുള്ളവരെ, ഇത് വളരെ അപകടകരമാണ്. ദൈവവചനം ഇതിനെതിരെ വളരെ വ്യക്തമാകുന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്രിസ്തീയ ജീവിതമെന്നുള്ളത് അത് ലളിതമായി, വളരെ ലളിതമായിട്ട് ഏറ്റവും കുറഞ്ഞ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സൈഡ് ബിസിനസ് അല്ല ക്രിസ്തീയ ജീവിതം. ആത്മീയ ജീവിതം
നമുക്ക് പലപ്പോഴും ഒരു സൈഡ് ബിസിനസ്സാണ്. നോ, ആത്മീക ജീവിതമാണ് ദൈവമക്കളുടെ മെയിൻ ബിസിനസ്. നമ്മുടെ പ്രധാനപ്പെട്ടതാകുന്ന കാര്യമെന്നുള്ളത് നമ്മുടെ ആത്മീക ജീവിതമാണ്. നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മുടെ ലോകത്തിൽ സകലവും ചെയ്യാൻ. ശ്രദ്ധിക്കണേ, നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നോക്കേണ്ടതാകുന്ന വിഷയം നമ്മുടെ ആത്മീക ജീവിതത്തിന് കോട്ടം തട്ടുമോ, അതോ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് അനുഗ്രഹപ്രദമായി തീരുമോ? ഈ ഒരു വിലയിരുത്തലായിരിക്കണം ദൈവമക്കൾ ചെയ്യുന്ന സകല കാര്യത്തിനും. കാരണം ദൈവം നമ്മളെ തേടി വന്നത്, ദൈവം നമുക്ക് ഈ അനുഗ്രഹീതമാകുന്ന പദവി തന്നത് നാം ഒരു കുറഞ്ഞ കാര്യമായിട്ട് കരുതരുത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ കൃപയും ദൈവത്തിൻ്റെ കരുണയും, ദൈവത്തിന് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു എന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം വളരെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവം ആരോടും കരുണ കടംപെട്ടിരിക്കുന്നില്ല. ദൈവം ആരോടും കരുണ കടംപെട്ടിരിക്കുന്നില്ല. അതുകൊണ്ടാണ് അന്ത്യന്യായവിധിയിൽ ഒരു ജഡത്തിനും ദൈവസന്നിധാനത്തിൽ പ്രതിവാദം പറയുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ അനീതി എന്നുള്ളതില്ല. ശ്രദ്ധിക്കണം, ദൈവത്തിൽ അനീതിയില്ല. എന്നാൽ ദൈവം ചിലപ്പോൾ നീതിയായത് ചെയ്യാതിരിക്കും. ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ആ വിഷയം. ദൈവത്തിൽ അനീതിയില്ല. There is no unrighteousness, injustice in God. But God, in His wisdom, sometimes He does not deal with men in justice. ദൈവത്തിൽ അനീതിയില്ല, പക്ഷെങ്കിൽ അനീതിയില്ലാത്തവനാകുന്ന ദൈവം ചിലപ്പോൾ അവിടുത്തെ നീതി മാറ്റി വച്ചിട്ട് ദൈവം തൻ്റെ കരുണയിൽ മനുഷ്യനോട് ഇടപെടും. അങ്ങനെ കരുണയിൽ മനുഷ്യനോട് ഇടപെടുന്നതിനാൽ അവിടെയും ഇവിടെയും ദൈവത്തിൻ്റെ മഹാകരുണയാൽ ലഭിക്കുന്ന മഹാഭാഗ്യമാണ് നാം ദൈവമക്കളാകുക എന്നുള്ളത്. ഇത് കൊച്ചു കാര്യമല്ല. എത്ര ആയിരങ്ങൾ നശിക്കുന്നു, എത്ര നല്ലവർ നശിച്ചു പോകുന്നു, എത്ര നല്ല മനുഷ്യർക്ക് ഈ അവസരമില്ലാതിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അവസരം കിട്ടിയത്? നമ്മളോട് ദൈവം ഒബ്ലൈസ്ഡ് ആയിട്ടാണോ? ഞാൻ എപ്പോഴും ഈ കാര്യം ചിന്തിക്കും. നാം മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ഒരുപാട് പേര് നശിച്ചു പോകും. പക്ഷേ നശിച്ചു പോകുന്നതിനേക്കാളും നമ്മളോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ടത്, ആ നശിച്ചു പോകുന്ന കൂട്ടത്തിൽ നാം ആകാതെ നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ നീതി മാറ്റി വെച്ചിട്ട് തൻ്റെ കരുണയിൽ നമ്മോട് ഇടപെടുന്നതിൻ്റെ ഭാഗമാണ് കാലാകാലങ്ങളിലായിട്ടും ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുന്നത്. ഇത് കൊച്ചു കാര്യമല്ല, ഇത് ചെറിയ കാര്യമല്ല. ശിംശോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ ദൈവം അവനെ ഒരു നസീറാക്കി, ഒരു നസീർ വ്രതസ്ഥനാക്കി തീർത്തത് കൊച്ചു കാര്യമല്ല. പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ എന്തിനാ ഇത്രയും താളുകൾ ചെലവഴിച്ച് എഴുതിയേക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പദം ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ധ്യാനിക്കുകയുണ്ടായി. അവൻ ചിന്തിച്ചു, അവൻ വിചാരിച്ചു. അവൻ വിചാരിച്ചത് എന്താ? യഹോവ തന്നെ വിട്ടു എന്നറിയാൻ താൻ മുമ്പിലത്തേതുപോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. നോക്കിയേ, നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ പലപ്പോഴും ഇങ്ങനെയാണ് എടുക്കുന്നത്. ആത്മീയ ജീവിതത്തെ നമ്മളിങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ നാം വ്യക്തതയോടെ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം അങ്ങനെ ചിന്തിക്കുവാനുള്ള ഒന്നല്ല. അതിൻ്റെ കാര്യം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ. അതിൻ്റെ കാര്യം, ദൈവം നമ്മോട് കരുണ ചെയ്തു.
ഒത്തിരി പേര് നശിച്ചെന്നുള്ളതല്ല നമ്മുടെ വിഷയം. ദൈവം എന്നോടും നിങ്ങളോടും കരുണ ചെയ്ത് അവിടുത്തെ മക്കളാകാൻ തക്കവണ്ണം ദൈവം നീതി മാറ്റി വെച്ചിട്ട് ദൈവം കരുണ കാണിച്ചതാ കാര്യം. ദൈവം നീതിയിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഒരു മനുഷ്യനും എന്ത് ചെയ്യുകയില്ല, രക്ഷിക്കപ്പെടുകയില്ല. ഒരു മനുഷ്യർക്കും ദൈവമക്കളാകാൻ ഒക്കുകയില്ല. കാരണം മനുഷ്യൻ ദൈവത്തോട് റിബല്യസാ, മനുഷ്യൻ ദൈവത്തോട് ശത്രുക്കളാ. ദൈവം കരുണ ചെയ്തു. അപ്പോൾ ഈ കരുണയാൽ, ഭാഗ്യവശാൽ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവം അവിടുത്തെ മക്കളാക്കി നമ്മെ തീർത്തതിനെ കൊച്ചു കാര്യമായിട്ട് എടുക്കരുത്. അത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ആകയാൽ സൂക്ഷ്മതയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ടതാകുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് വാൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അത് അധികം വിശദീകരിക്കത്തില്ല. പറയാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് വിശദീകരിച്ചതിൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം തൊട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന വാക്കുകളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കരുതണം. നമുക്കറിയാം, യേശു കർത്താവ് പറയുന്നതാകുന്ന മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്നു. നമുക്കറിയാം ഇത് വേദഭാഗം, അതിൻ്റെ പശ്ചാത്തലം അറിയാം. കള്ളപ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ആരും നമ്മൾ ചിന്തിക്കരുത് ദൈവസഭയിലുള്ള ആ കൃപാവരത്തെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച് മാത്രമല്ല അത് പറയുന്നത്. നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കള്ളപ്രവാചകന്മാരെന്ന് കർത്താവ് പറഞ്ഞ സാഹചര്യം മോളിൽ എഴുതിയിട്ടുണ്ട്. മോളിൽ എഴുതിയേക്കുന്നത്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതുമത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്നിട്ടാണ് പറയുന്നത് കള്ളപ്രവാചകന്മാരെ. അപ്പോൾ ആ വാക്യഭാഗങ്ങൾ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ എന്താണ് കർത്താവ് അർത്ഥമാക്കുന്നത്? കർത്താവ് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, നിത്യജീവനോടുള്ള ബന്ധത്തിൽ ഈ വഴി വിശാലമാക്കുന്ന കാര്യങ്ങൾ കള്ളപ്രവചനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിനെ സൂക്ഷിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിലയും ക്രിസ്തീയ ജീവിതത്തിന് കൊടുക്കേണ്ടി വരുന്ന വിലയും ക്രിസ്തീയ ജീവിതം എത്രമാത്രം വിലയുള്ളതാണെന്നുമുള്ള കാര്യം നമ്മെ ബോധിപ്പിക്കുന്നതിന് പകരം ഈസി ഗോയിങ് ആക്കുന്ന, ഇന്ന് പറ്റിയേക്കുന്ന കുഴപ്പം എന്താണെന്നറിയാം? ഇന്ന് വിശാലമുള്ളൊരു വഴിയുണ്ട്, വിശാലമാകുന്ന വാതിലുണ്ട്, പിന്നെ ഇടുക്കുവാതിലുണ്ട്, ഇടുക്കു വഴിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ പറ്റിയേക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര മോഡറേറ്റ് ആൾക്കാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിശുദ്ധി ഒന്നും പാടില്ല ഉപദേശി, നമുക്ക് ന്യായമായിട്ടൊക്കെയുള്ള കാര്യം ചെയ്യണം. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയോ? ഈ രണ്ട് വാതിലിൻ്റെ ഇടയ്ക്കൊരു പുതിയ വഴി ഇന്ന് വെട്ടി തുറന്നേക്കുക. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര കണ്ടനുമല്ല, അത്ര ചക്കിയുമല്ല. നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കുവാതിലിൻ്റെ ഫീച്ചേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നോക്കുന്നുണ്ടേ, ഇടുക്കുവാതിലിൻ്റെ ഫീച്ചേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കയറി കഴിയുമ്പം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകാം. അങ്ങനെ ഒന്നല്ല യേശു കർത്താവ് പഠിപ്പിച്ചത്. യേശു കർത്താവ് പഠിപ്പിച്ചത് വാതില് ഇടുക്കമുള്ളതാണെന്നും ആ വഴി ഞെരുക്കമുള്ളതാണെന്നും അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞേക്കുന്നത്, കള്ളപ്രവാചകന്മാരെ, ക്രിസ്തീയ ജീവിതത്തെ ട്രിവിയലൈസ് ചെയ്യുന്ന, ക്രിസ്തീയ ജീവിതത്തെ വിലയില്ലാത്തതാക്കുന്ന, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാതെ ഈസി ഗോവിങ് ആക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരെ സൂക്ഷിച്ചൊഴിയുവാനാണ് യേശു കർത്താവ് ആവശ്യപ്പെടുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇത് സൂക്ഷിച്ചൊഴിഞ്ഞില്ല എങ്കിൽ പറ്റുന്ന അബദ്ധങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഇല്ലുസ്ട്രേഷൻ, ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞു.
യുസ്തോസ് ജോസഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തനായിരുന്നെന്നറിയാമോ? അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചാൽ, അദ്ദേഹം എഴുതിയ പാട്ടുകൾ അടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ ആഴം നമുക്ക് മനസ്സിലാകാൻ കഴിയും. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ യേശുദേവനെ എന്നുള്ള ആ പാട്ടെടുത്തൊന്ന് വായിച്ചു നോക്ക്. എത്ര ആഴമാകുന്ന, എത്ര അനുഗ്രഹീതമാകുന്ന ഒരു ഗാനമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ആത്മീയത മുഴുവൻ നമുക്ക് ആ ഗാനത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഏറ്റവും ദുഃഖകരമാകുന്നൊരു കാര്യം, ഈ മനുഷ്യൻ പോലും എന്ത് ചെയ്തു? തെറ്റിപ്പോയി. അതും ഏറ്റവും നമ്മെ അതിശയിപ്പിക്കുന്നതാകുന്ന കാര്യം, വളരെ വ്യക്തതയോടെ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്ന ഉപദേശങ്ങളിലാണ് അദ്ദേഹം തെറ്റിപ്പോയത്. അങ്ങനെയെങ്കിൽ നമ്മളാരും ചിന്തിക്കരുത്, നമുക്ക് സൂക്ഷ്മതയോടെ ഈസി ഗോവിങ് ആയിട്ട് പോയാൽ ക്രിസ്തീയ ജീവിതം വിജയകരമാക്കി തീർക്കാമെന്ന് ആരും കരുതരുത്. നമ്മുടെ കർത്താവാണ് പറയുന്നത്, നിങ്ങളെ ആരും തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. മത്തായിയുടെ സുവിശേഷം 24:4 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ കാര്യം വ്യക്തമായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. മറ്റൊന്നിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഞാനിതിനു മുൻപ് ആ വേദഭാഗം എടുത്ത് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അധികം വിശദീകരിക്കാതെ പെട്ടെന്ന് മുൻപോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീൻ. മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കത്തില്ല. നോക്കണം, യേശു കർത്താവ് ഏറ്റവും അധികം വെറുത്തത് ഇതിനെയാണ്, കപടഭക്തിയാണ് യേശു കർത്താവ് ഏറ്റവും അധികം. ഈ പരീശന്മാരെന്നൊക്കെ പറയുമ്പോൾ, പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനെന്നാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പരീശൻ. പരീശൻ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു തെറ്റായ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ കാലത്ത് പരീശൻ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ചിന്തയല്ല വരുന്നത്. പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടയാളാണ് പരീശൻ, ഫാരിസി. കർത്താവിൻ്റെ വചനം പഠിക്കാനും ആ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കാനുമായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ് പരീശന്മാർ. ഇവരെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, അവരുടെ കപടഭക്തി, അവരുടെ പുളിച്ച മാവാകുന്ന കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീൻ. പുളിച്ച മാവിൻ്റെ നമുക്കറിയാമല്ലോ, അസാരം പുളിമാവതിയും പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. നമുക്കറിയാം, നല്ല ഈ കൊറിയൻ ബ്രെഡ് എന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് പുളിപ്പിക്കുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് അതിങ്ങനെ വീർത്തിരിക്കുന്നതേ ഉള്ളൂ. റിയലി അത് വളരെ ചെറുതാണ്. പലപ്പോഴും ഈ റിയാലിറ്റി അല്ലാതെ അഭിനയത്തെക്കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നത്. കർത്താവ് പറയുക, ബി വാട്ട് യു ആർ, ഡോണ്ട് ഷോ ഓഫ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കരുത്, അതിനെ സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളണം. നിങ്ങൾ ആ മാർഗം ഏറ്റെടുക്കരുത്. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവജനം ഒഴിവാക്കേണ്ടതാകുന്ന, സൂക്ഷിക്കേണ്ടതാകുന്ന മറ്റൊന്ന് കാപട്യമാണ്. നമ്മൾ ഉള്ളിൽ എന്തായിരിക്കുന്നോ അതുതന്നെ ആയിരിക്കണം പുറത്ത്, പുറത്ത് എന്തായിരിക്കുന്നോ അതുതന്നെ ആയിരിക്കണം അകത്ത്. രണ്ട് മുഖം പാടില്ല. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തതയോടെ അതിനെ വാൺ ചെയ്യുന്നു. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാപട്യം എന്ന് പറയുന്നത് വളരെ അപകടകരമാകുന്ന ഒന്നാണ്. പൗലോസ് ശ്ലീഹ പറയുന്നത്, അന്ത്യോക്യയിൽ കേഫാവൊക്കെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു സ്വഭാവം കൊണ്ട് ഒരു നല്ല മനുഷ്യൻ വരെ തെറ്റിപ്പോകാൻ ഇടവന്നെന്നാണ് പൗലോസ് പറയുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം എടുത്ത് വായിക്കേണ്ട. അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കപടം, അതുവരെ ഒരു മുഖം കാണിച്ചു. യെരുശലേമിൽ നിന്ന് ആൾക്കാരെല്ലാം കൂടെ വന്നപ്പോൾ പുള്ളി വേറെ നേരെ തിരിച്ചു കാണിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, ബർന്നബാസും അവൻ്റെ കാപട്യത്താൽ തെറ്റിപ്പോകാനിട വന്നു. നമുക്ക് ഈ കാപട്യം എന്നൊക്കെ പറയുന്നത് ഈ നമ്മെ മാത്രമല്ല
മറ്റുള്ളവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നാം എൽഡേഴ്സായിട്ടുള്ളവർക്ക്, പ്രായമുള്ളവർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ തലമുറയോട് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നാം പറയുന്നതും നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തുവന്നില്ലെങ്കിൽ അതിനെ എളുപ്പം പിടിച്ചെടുക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാകുന്നൊരു കാര്യമാണ്. ഇന്ന് അനേക ഇടങ്ങളിൽ സംഭവിക്കുന്നതാകുന്ന ഒരു പരാജയം, അതിൻ്റെ പരാജയം അതായത് തലമുറകൾ നഷ്ടമാകുന്നതിൻ്റെ ഒരു കാരണം, മുഴുവൻ അതല്ലെങ്കിലും ഒരു കാരണം, നമ്മുടെ വാക്കും നമ്മുടെ പെരുമാറ്റവും തമ്മിലുള്ള പൊരുത്തക്കേട്, കാപട്യം. യേശു കർത്താവ് പറയുകയാണ്, ടേക്ക് ഇറ്റ് സീരിയസ്ലി. പരീശന്മാരുടെ പുളിച്ച മാവാകുന്ന കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവീൻ. 12-ാമത്തെ അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. പശ്ചാത്തലം നമുക്കറിയാം. പുരുഷാരത്തിൽ ഒരുവന് യേശു കർത്താവിൻ്റെ ആ ഗുഡ് സ്റ്റാൻഡിംഗ് ഒക്കെ കണ്ടപ്പം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. യേശു കർത്താവിന് കർത്താവ് എൻ്റെ സഹോദരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരനുമായിട്ട് അവകാശം പകുതി ചെയ്യുവാൻ എന്നെ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും. കർത്താവ് പറയുന്ന മറുപടി, നോ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. എന്നിട്ട് കർത്താവ് ഒരു ഉപമയും പറയുന്നു. എന്നിട്ട് പറയുന്നു, മനുഷ്യൻ്റെ, അതായത് ഇറ്റ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ വാട്ട് ഹി ഹാസ്. മനുഷ്യന് ഉള്ളതിലല്ല, അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉണ്ട് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മീൻസിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവവചനത്തിൻ്റെ പ്രമാണത്തിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഇന്നടത്തെ ഇന്നാർക്ക് ഇന്നതുണ്ട്, അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ളതാകുന്ന മനസ്സിലെ ആ ചിന്ത മാറ്റണം. അത് വലിയ അബദ്ധമാണ്. കാരണം ഒരു മനുഷ്യനുള്ളതാകുന്ന വസ്തുവകയല്ല അവൻ്റെ ജീവനാധാരമായിരിക്കുന്നത്. ഇത് മറന്നു പോകരുത്. ഒരു മനുഷ്യന് ധനമുള്ളതോ മറ്റൊരുവന് ആ ധനം അത്രയുമില്ലാത്തവൻ അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആ നിലയിൽ അവൻ്റെ ജീവിതം നയിക്കരുത്. കാരണം ഒരു മനുഷ്യൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. സകലവിധ ദൈവാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ വി ബെറ്റർ ടേക്ക് ഇറ്റ് സീരിയസ്ലി. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ മുൻപോട്ട് പോകട്ടെ. മറ്റൊന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, സമ്മാനം വേണോ? മിണ്ടരുത്, ഓക്കെ? ആരും മിണ്ടരുത്. 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ളതാകുന്ന വാക്യങ്ങൾ. ആ ആ വായിച്ചോ. യെസ്, നോക്കാം. നമുക്കറിയാം, ഇത് പറഞ്ഞേച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം എന്തുവാ? സൂക്ഷിച്ചുകൊള്ളുവീൻ, ബി കെയർഫുൾ. അടുത്ത് പറയുന്ന, സഹോദരൻ പിടിച്ചാൽ അവനോട് ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിച്ചുകൊള്ളുവീൻ. ആ വാക്ക് ആ മുകളിലും പറഞ്ഞതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിക്കേണ്ടത്. ഞാനിതെങ്ങും ഒന്നും കൊണ്ടുവന്നതല്ല. അതിങ്ങനെ പ്ലെയിൻലി വായിച്ചപ്പോൾ എനിക്ക് പ്രകാശിച്ച ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്.
പല കാര്യം അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവ് പറയുന്നത്, ഒന്ന്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പാപം ചെയ്യാനുള്ള പ്രവണതയും അതിനുള്ള അവസരവും ഈ ഭൂമിയിലുണ്ട്. ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. പാപം ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നില്ല. വി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് എനി സിൻ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പക്ഷേ ചിന്തിക്കും, ഈ ദിവസങ്ങളിലൊക്കെ ഈ പത്രവാർത്തയൊക്കെ കേൾക്കുമ്പോൾ മനസ്സങ്ങും അങ്ങ് മരവിച്ചു പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ചിരുന്ന് ഒന്ന് ചിന്തിച്ചു. വളരെ ഹീനമാകുന്ന, ദുഷ്ടകരമാകുന്ന ആ വാർത്തകളൊക്കെ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു അതിനെക്കുറിച്ച്. അപ്പം ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം എന്നറിയാമോ? ഇപ്പം അത് ചെയ്തവരോടൊക്കെ നമുക്കൊരു വലിയ വിദ്വേഷമൊക്കെ തോന്നുന്നുണ്ട്. അത് ശരി തന്നെ, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെങ്കിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാനും അത് ചെയ്യാൻ കേപ്പബിളാ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാനും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് ചെയ്യാൻ നമ്മളും കേപ്പബിളാ. എന്താ, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മളെല്ലാവരും കേപ്പബിളാ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാൻ വരുന്നതിൻ്റെ വിഷയം എന്നറിയാമോ? ഇടർച്ചകളെക്കുറിച്ച് പറയുമ്പോൾ, ഇടർച്ച ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഇടർച്ച ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പറയുമ്പോൾ കർത്താവ് പറയുന്നത്, സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇടർച്ചയായി ഇടർച്ചക്കല്ലിന്മേൽ തട്ടി വീണവരെ കണ്ട് ഞാൻ അവനേക്കാളും കേമനാണെന്നൊന്നും തോന്നണ്ട, സൂക്ഷിച്ചുകൊള്ളുവീൻ, നീയും അത് ചെയ്യാൻ പ്രാപ്തനാണ്. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. അങ്ങനല്ലേ അതിൻ്റെ അർത്ഥം? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലേ എന്തിനാ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നത്? ഇത് പറഞ്ഞേച്ച് സിൻലെസ് ആയിട്ടൊരു പാപമില്ലാത്ത അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാകുകയില്ല. ഇത് കർത്താവ് പറയുക, ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യമാണ്, അസാധ്യമാണ്. ഇടർച്ച ഉണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം. എന്നിട്ട് പറയുക, സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ കൂട്ടി വായിക്കുമ്പോൾ ഇടർച്ച ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ നാമും ചെന്നുപെടാൻ സാധ്യതയുണ്ട്. തോമസ് എ കെമ്പിസ് എന്ന് പറയുന്ന ഒരു ഭക്തനാകുന്ന മനുഷ്യനുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു ക്ലാസിക് മനോഹരമാകുന്നൊരു പുസ്തകമാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്ത്വാനുകരണം. മലയാളത്തിൽ ആ പുസ്തകം അബ്രിഡ്ജ്ഡ് ആയിട്ടുണ്ട്, ചുരുക്കമായിട്ട്. അത് അത്ര വിശദമല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ അത് മേടിച്ച് വായിക്കാൻ കഴിയുന്നവർ വായിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഒരിക്കൽ ഈ തോമസ് എ കെമ്പിസ് ഒരു തെരുവിൽ അവിടുത്തെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ്, അവിടുത്തെ നിയമപാലകർ ഒരു കൊലപാതകനാകുന്ന മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ചങ്ങലയൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ ആദ്യം തോമസ് എ കെമ്പിസ് വിചാരിച്ചു, അയ്യോ ഞാൻ അവനെ പോലൊന്നും അല്ലല്ലോ. അടുത്ത നിമിഷം അദ്ദേഹം പറയുക, ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദെയർ ഗോസ് തോമസ് എ കെമ്പിസ്. ദൈവകൃപയില്ലായിരുന്നെങ്കിൽ അവന് പകരം പോകുന്ന ആരാ? ഞാനായിരുന്നു. ഈ ഒരു റിയലൈസേഷൻ നമുക്കുണ്ടാകണം. ലോകത്തിൽ നടക്കുന്ന അധർമ്മ പ്രവൃത്തികളെ കുറിച്ച് കേൾക്കുമ്പം നമുക്ക് അവേർഷൻ ഉള്ളിൽ തോന്നണം, അത് നല്ലത് തന്നെ. എന്നാൽ ഉടനെ അടുത്ത നിമിഷം ചിന്തിച്ചോളണം, സൂക്ഷിച്ചുകൊള്ളുവീൻ, ഞാൻ അതിനേക്കാളും അധമനാകാൻ സാധ്യതയുണ്ട് ദൈവകൃപയില്ലെങ്കിൽ. കുറച്ച് നാൾ മുമ്പ്
ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് അത്ര അടുത്ത പരിചയമില്ലെങ്കിലും ഒരു വളരെ പ്രോമിസിങ് എന്ന് എനിക്ക് തോന്നിയിരുന്ന എൻ്റെ കൊച്ചു പ്രായത്തിൽ വളരെ വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ, അടുത്തിടയ്ക്ക് അദ്ദേഹത്തെ വിചാരണ ചെയ്യുക, സുവിശേഷം പ്രസംഗിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം കൊലപാതകിയായി തീർന്നു. നോക്കണം, നമ്മുടെ കൊച്ചു കേരളത്തിലെ കാര്യമാണ്, വേറെങ്ങനത്തെ കാര്യമല്ല. സുവിശേഷം പ്രസംഗിച്ച ഒരു മനുഷ്യൻ ഇപ്പം കോടതിയിൽ കേസിന് പോവുകയാണ്, ജയിലിലാണ് അദ്ദേഹം. തലയൊക്കെ മൊട്ടയടിച്ച് അദ്ദേഹത്തെ പലർക്കും അറിയാം. ഞാൻ പേര് പറയുന്നില്ല, പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, പലർക്കും അറിയാം. നോക്കണം, ഇടർച്ചയെക്കുറിച്ച് പറയുമ്പോൾ, പാപത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇതുകൊണ്ടാണ്, ഇതിനെ ഒരുപക്ഷെ ഓർത്തുകൊണ്ടാകാം പൗലോസ്ലീഹ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം നോക്കുക, സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അടുത്തത് എന്നിട്ട് പറയാ, ആത്മീയരാകുന്ന ഈ സഹോദരന്മാരോട് പറയാ, നീയും പരീക്ഷയിൽ നോക്കണം. ആത്മീകനാകുന്ന വേറൊരുവനെ യഥാസ്ഥാനപ്പെടുത്താനായി കഴിയുന്ന ഒരുവനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയിൽ കൂടെ പറയുകയാണ്, ആത്മീകനാകുന്ന നീ അവനെ യഥാസ്ഥാനപ്പെടുത്തിക്കോ, പക്ഷേ സൂക്ഷിച്ചുകൊള്ളുക, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കണം. നോക്കണം പ്രിയമുള്ളവരെ, പാപമെന്ന് പറയുന്നത് അത് വളരെ വിഷമുള്ളതാണ്. ഏറ്റവും നല്ല ബെസ്റ്റായിരിക്കുന്ന ഒരുവനെ എടുത്ത് അവനെ ഏറ്റവും അധമനാക്കാൻ കഴിവുള്ളതാണ് പാപം. അതിനെ ലൈറ്റായിട്ട് ട്രീറ്റ് ചെയ്യരുത്. കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, ഇടർച്ച ഉണ്ടാകും. ഇടർച്ചയില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഇമ്മാനുവേൽ തൻചങ്കിതിൽ എന്നുള്ളതാകുന്ന ആ പാട്ടിൽ പറയുന്നത് പോലെ, ടിൽ ഓൾ ദ റാൻസംഡ് ചർച്ച് ഓഫ് ഗോഡ് ബി സേവ്ഡ് ടു സിൻ നോ മോർ. മലയാളത്തിൽ അത്ര വ്യക്തമല്ല അതിൻ്റെ ആശയം. കുഞ്ഞാടിൻ വിലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടുകൊള്ളും, ദൈവസഭ ആകെ വിശേഷമായി എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ. ടിൽ ഓൾ ദ റാൻസംഡ് ചർച്ച് ഓഫ് ഗോഡ്, the blood of Jesus Christ will not lose its power till all the ransomed church of God be saved to sin no more. അതായത് യേശു കർത്താവിൻ്റെ രക്തത്തിന് അന്നുവരെയും പാപങ്ങളെ പോക്കാൻ അത് അവൈലബിൾ ആണ് എന്നുവരെ ദൈവസഭ സമ്പൂർണമായി ഇനി പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീക്കപ്പെടുന്നതുവരെ, പ്രിയമുള്ളവരെ, അതുവരെ നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം. കാരണം പാപം നാം ചിന്തിക്കുന്നതിനേക്കാളും അപകടകാരിയാണ്. ഏറ്റവും നല്ല ഒന്നിനെ എടുത്ത് ഏറ്റവും കൂത്തുകാഴ്ചയാക്കുവാൻ പാപത്തിന് കഴിയും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇടർച്ചയുണ്ടാകും, എന്നാൽ സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ അത് അല്പം വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചാണല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും നോക്കുക, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ, മദ്യപാനത്താൽ, പിന്നെ ഉപജീവന. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണേ, മദ്യപാനവും ഉപജീവന ചിന്തയും ഒരേ കാറ്റഗറിയിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയേക്കുന്നത്. മനസ്സിലാക്കണേ, മദ്യപാനവും അതിഭക്ഷണവും ഉപജീവന ചിന്തകളും ഒരുപോലെയുള്ള പാപമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണും. എന്നിട്ട് അതിനാൽ
ഭാരപ്പെട്ടിട്ട്, അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെയ്വ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഭാരം മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എന്താണ്? അൺഇമ്പോർട്ടൻ്റ്. കാരണം ഏറ്റവും വലിയ ഭാരം ഇരിക്കുക. അതിനാൽ നിങ്ങൾ ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സൂക്ഷ്മതയുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രി സമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അല്പമായി ചിന്തിപ്പാൻ ദൈവം നമുക്കിടയാക്കി. നാം വളരെ വിനയത്തോടെ, വളരെ ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് വളരെ ഗൗരവത്തോടെ കാണാം. അതിനെ ലൈറ്റായിട്ട് കാണുന്ന സ്തോത്രം, അതിനെ ഒരു സൈഡ് ബിസിനസ്സായിട്ടല്ല, അതിനെ ഗൗരവമുള്ളതായിട്ട് കാണാം. കാരണം ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നമുക്ക് എത്ര കാലം ഈ ഭൂമിയിൽ ശേഷിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മളിവിടെ ചെയ്തതോ നമ്മളിവിടെ നേടിയതോ നമ്മൾ കൊണ്ടുപോകുകയില്ല. എന്നാൽ നാം ആരായിരിക്കുന്നോ അതാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. നമുക്ക് എന്തുണ്ടെന്നുള്ളത് നമ്മൾ കൊണ്ടുപോകുകയില്ല. നാം ആരായിരിക്കുന്നോ. നമ്മുടെ ജീവിതം ദൈവവചനത്താൽ ക്രമീകരിക്കപ്പെടട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ, ഭയത്തോടെ, കർത്താവിന് പ്രസാദകരമായിട്ട് ദൈവം നമ്മോട് കരുണ കാണിച്ചത് എത്ര വലിയ ദയയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, ശിംശോൻ്റെ മേൽ അനാസീർ വൃതസ്ഥനായിട്ട് തന്നെ തെരഞ്ഞെടുത്തതുപോലെ, അനേക വിശുദ്ധന്മാരെ അനേക തലമുറയിൽ ദൈവം തെരഞ്ഞെടുത്തതുപോലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് നമ്മോട് ദയ തോന്നി. എത്ര ആയിരങ്ങളാണ് പട്ടുപോകുന്നത്, എത്ര ആയിരങ്ങളാണ് കർത്താവിനെ അറിയാത്തവരായിട്ടുള്ളത്. എത്ര ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് എത്ര പേരാണുള്ളത്. എന്നാൽ അതിൽ നിന്ന് ദൈവം നമ്മോട് ദയ തോന്നിച്ചല്ലോ. അനേകർ നശിച്ചു പോകുന്നു എന്നുള്ളതല്ല അതിശയം, നാം രക്ഷിക്കപ്പെട്ടു എന്നതാണ് അതിശയം. ദൈവം നമ്മോട് കരുണ തോന്നി എന്നതാണ് അതിശയം. ആകയാൽ മഹാകരുണയാൽ ഇത്ര വലിയ രക്ഷ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നതിനാൽ അതിനെ നമുക്ക് സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമുക്ക് കൃപ തരട്ടെ. ദൈവപാദപീഠത്തിൽ നമ്മെ ഏൽപ്പിക്കാം. സഹോദരന്മാരൊരാൾക്ക്